ഹലോ. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു പ്ലേസ് നമുക്ക് ഡ്യൂട്ടി കിട്ടി കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല ഇവിടെ വരാൻ പറ്റുന്നത്. കാരണം നമ്മൾ ട്രിപ്പ് പോലെ വരുവാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് ഒരു ഡ്യൂട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ BSNL വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BSNL 4G ഓഡിറ്റിംഗ് ആണ്. അപ്പം നമുക്കിന്ന് കിട്ടിയ പ്ലേസ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അമ്പനാട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു പ്ലേസ് ഉണ്ട്. അത് ഫുള്ള് ഫോറസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയുന്നു, നോക്കി ചുറ്റോറും ഫുള്ള് ഫോറസ്റ്റാണ്, ഫുള്ള് കാടാണ്. താഴെല്ലാം ഇങ്ങോട്ടെല്ലാം ഫുള്ള് കാടാണ്. അപ്പോൾ ഇന്ന് ഈ കാട്ടിനുള്ളിലാണ് നമുക്ക് ഡ്യൂട്ടി കിട്ടിയത്. അപ്പോൾ പിന്നെ നമുക്ക് വർക്കാണ് മെയിൻ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്കിനി അവിടെ അടുത്തുള്ള കുറച്ച് പ്ലേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്ലേസൊക്കെ ഞാൻ കാണിച്ചു. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസുകളാണ്. അമ്പനാട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. 824 വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഒന്ന് ഒരു വീഡിയോ ഒക്കെ കാണിച്ച് കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് നമ്മളിനി പോകുന്ന വഴിക്കുള്ള അമ്പനാട് വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. ഓക്കെ, അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത ഓഡിറ്റിംഗ് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളൊരു കുറച്ച് നേരം ഒന്ന് കൺഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം കാത്തിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി, ഓഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാമെന്ന് വെച്ചു. ഇത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറിയപ്പോൾ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ആനയുടെ ശല്യമൊക്കെ ഇവിടെ ഭയങ്കര കൂടുതലായതുകൊണ്ടേ നമ്മൾ ഈ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഇതുണ്ട്, അത് പിന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്ത് വെക്കണം, എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. രാത്രി നല്ല ആനയുടെയും മറ്റ് മൃഗങ്ങളുടെയൊക്കെ ശല്യമൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ വേലിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് നമ്മൾ കയറിയപ്പോൾ ഇതെല്ലാം അഴിച്ചിട്ടാണ് നമ്മളകത്ത് കയറിയത്. അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് മഞ്ഞോട് നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയും തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്പനാടിൻ്റെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. വാ കാണിച്ചു തരാം. അവിടെയും പോയി നിൽക്കാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും കൂടെ പോട്ടോ. വാ, ഇങ്ങനെ ഇറങ്ങി ആടി കിടന്ന് ആണ്. ഇങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ പോയി താഴെക്കൂടെ പറഞ്ഞോടാ. താഴെക്കൂടെ പോണം. വാ, ഇവിടെ വരെ വന്നതല്ലേ, കണ്ടിട്ട് പോവാം. കാട്ടിനകത്തോടൊക്കെ ഇറങ്ങി പോകണം. കരടിയൊക്കെ ഉണ്ടാവുമോടി.
ഓ അവനൊക്കെ ഇതിനകത്തല്ല ഒളിഞ്ഞിരുന്നാൽ പോലും അറിയത്തില്ല. മനുഷ്യന്മാര് പോലും ഇല്ല. ബാഗ് എടുത്തില്ലല്ലേ? ആനപ്പണ്ട കിടക്കണം, ആനപ്പണ്ട. വീക്കെൻഡ് ഒക്കെ ആയിരുന്നാൽ പിന്നെയും കുഴപ്പമില്ല. മനുഷ്യന്മാരെങ്കിലും ഉണ്ടെന്ന് പറയാം. ആരും ഇല്ലാത്തതുകൊണ്ടേ. അങ്ങനെ നമ്മൾ അവിടുന്ന് കണ്ട ആ പാറയുടെ മണ്ടയ്ക്കെത്തി. എങ്ങനെയുണ്ടോ നോക്കാൻ നമുക്ക്. അയ്യോ, ഇവിടെ എല്ലാം ആന വരുന്നുണ്ടോ? കണ്ടോ, എല്ലാം ആന. നമ്മൾ പറഞ്ഞ സ്ഥലം അമ്പനാട് വ്യൂ പോയിന്റ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ പേരൊക്കെ എഴുതി വെച്ചാലോ? എടാ, കല്ലൊക്കെ ഉണ്ട്. നമുക്ക് പേരൊക്കെ എഴുതി പോവാ അല്ലേ? വേണ്ട, വെറുതെ അല്ലേ അടി മേടിച്ചു കൂട്ട. തേടി വന്ന് അടി മേടിക്കാൻ ഒരു സീനും ഇല്ല. നല്ല ആഴം ഉണ്ടല്ലോ അങ്ങോട്ട്. അന്യായ കാറ്റ്. ആഹാ, ഒരിക്കലും പ്രതീക്ഷയില്ല ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ പറ്റുമെന്ന്. പെട്ടെന്നായിരുന്നു നമുക്ക് ഡ്യൂട്ടി ഇട്ട്. അമ്പനാട് സൈറ്റ് ഉണ്ട്, പോയി ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. വന്നുകൊണ്ട് എന്തായാലും നമുക്ക് അടിപൊളി ഒരു സ്ഥലം കൂടെ കാണാൻ പറ്റിയില്ലേ. നമ്മുടെ ജോലിയുടെ ഗുണം ഇതാട്ടോ. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ അങ്ങോട്ടൊക്കെ ഫുള്ള് കാടാണ്. ഫോറസ്റ്റ് പറഞ്ഞാൽ അന്യ ഫോറസ്റ്റാണ്, ഫുള്ള് ഫോറസ്റ്റാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. കണ്ടോളി ഇവിടുത്തെ കാഴ്ച ഇതാണ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നാലും നമുക്ക് റൈഡൊക്കെ ചെയ്ത് ഓഫ് റോഡ് റൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ബൈക്കിലൊക്കെ വരികയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല റോഡൊക്കെ ഉണ്ട് കാണാമല്ലോ. പിന്നെ മൊബൈലിന് റേഞ്ചിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ജിയോയുടെ എല്ലാം ഉണ്ട്, എല്ലാത്തിനും റേഞ്ച് എല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ BSNL നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏത് കാട്ടിലും മേട്ടിലും BSNL ഉണ്ടാവും. അതുകൊണ്ട് BSNL 4Gയുടെ കേട്ടോ, നമ്മൾ 4G. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നിട്ട് വെറുതെ സമയം കളയുന്നില്ല. ഇപ്പോൾ താഴെ കൂടെ വേറെ ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. അതുകൂടെ പോയി കണ്ടിട്ട് നമുക്ക് വരാം. വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണ്ടേ? രാവിലെ ഇറങ്ങിയതാ. നോക്കട്ടെ. കാടല്ലടാ, തേയിലയാണോ? അത് തേയില. ആ ഇല അങ്ങോട്ട് പോകുമ്പോൾ എടുത്താണ് ഞാൻ കാണിച്ചോ. ഞാൻ കഴിച്ചേക്കാം. അങ്ങോട്ട് പോകുമ്പോൾ തേയിലയുടെ വരുമ്പോൾ നോക്കിയാൽ മതി. അങ്ങനെ ഇവിടുത്തെ ആ ഒരു വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. അതുകൂടെ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മളിനി പോകുന്നത്. പറയുന്നത് വലിയ വ്യൂ പോയിൻ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട. കാണാൻ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല യാത്ര ചെയ്ത് കാഴ്ച ഭംഗിയൊക്കെ കണ്ടു പോകാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പ്ലേസും കൂടെയാണ് കേട്ടോ ഇത്. നമുക്ക് ഇവിടെ പത്തനംതിട്ട, കൊല്ലം ഈ ഏരിയയുള്ള ആൾക്കാരൊക്കെ കൂടുതലും ആൾക്കാരൊക്കെ വരുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ. നല്ല രസമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ തന്നെ കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ആ ഒരു ലാസ്റ്റ് കാണാൻ വേണ്ടി വന്ന ആ ഒരു വ്യൂ പോയിൻറ്റും കൂടെ അവിടെ എത്തി. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വാവ്, അടിപൊളി, ഒരു രക്ഷയില്ല.
യാ അല്ലേ? അങ്ങനെ ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിൻറ്റും കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. എന്തായാലും ആദ്യം കണ്ട വ്യൂ പോയിൻറ്റിൽ അത്രയും വലിയ ഒരു ഭംഗി അത്ര തോന്നിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കാണാം, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞു, വന്ന കാര്യം സാധിച്ചു. വന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥലവും കാണാൻ പറ്റി. വരാൻ ഇനിയിപ്പോൾ ഇതിന് വേണ്ടി സമയം കണ്ടെത്തി വരേണ്ട ടൈമൊക്കെ ഇനി ആവശ്യമില്ല. ഇത് കാണാൻ വേണ്ടി പ്രത്യേകം ഇനി ഒരു ദിവസവും ടൈമൊക്കെ എടുത്ത് വന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കാണാൻ വേണ്ടി. എന്തായാലും ഇവിടെ ഒരു ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി നടന്നു. നല്ലൊരു സ്ഥലവും കാണാൻ പറ്റി, അമ്പനാട് കാണാൻ പറ്റി. അങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റി തിരിച്ച് വരുന്ന ഈ വഴിക്കൊക്കെ നല്ല അടിപൊളി, നമുക്ക് നിൽക്കാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലേസുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഞങ്ങളിനി ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. ഇനിയും വേറെ കുറച്ച് വർക്ക് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലേസ് പോകുമ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.